ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച മീനില്ലേ, അതിന് നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുളേഷൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്, ബാക്കിയുള്ളത് പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാൻ മറന്നുപോയി, ഞാൻ ഇന്നലെ ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വാളിലുള്ള അടിപൊളി ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നലെ വാങ്ങിച്ചത് എവിടെ നിന്നാന്ന് വെച്ചാൽ പെർലശ്ശേരി അമ്പലത്തിൽ പോയിരുന്നു ഇന്നലെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല രസമുണ്ട് കാണാൻ, കണ്ടിട്ട് വരാൻ തോന്നിയില്ല, വാങ്ങിയിട്ട് തന്നെ വരണമെന്ന് തോന്നിയിട്ട് അങ്ങനെ അത് വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചട്ടിയിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉലുവ നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് കൊത്തിയരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടുകൊടുത്ത് നല്ലോണം വാട്ടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലോണം ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കണം. കല്ലുപ്പാണ് ഇട്ടത്. അപ്പോൾ കല്ലുപ്പിട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ നല്ല ആയി വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പുളി പുതിർത്ത് വെച്ചിട്ടുണ്ടേനും, അപ്പോൾ പുളിവെള്ളവും നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ അതിലിട്ടിട്ട് കറിയാക്കി എടുക്കാം. അപ്പോൾ ഈ ടേസ്റ്റ് ആയിട്ടുള്ള മീനാണെന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പേരറിഞ്ഞൂടാത്ത മീനായിരുന്നു. അതെന്ത് പേരാണെന്ന് ഇതുവരെക്കും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണം മീൻ അതിലോട്ടിട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് അടിപൊളിയായിട്ടുണ്ടാവും. അധികം വറ്റിക്കരുത്, എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെയെല്ലാം കൂട്ടാനുള്ള ആ ഒരു പാകത്തിലേക്ക് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ, നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി കറിയുടെ റെഡി ആയിട്ടുണ്ട് മൊളേഷ്യൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്നതാണ് നമുക്ക് ഒരു പ്രചോദനം. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടിപൊളി കറി, സൂപ്പർ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.